നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന വ്യാപകമായി വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ ഓവർലോഡിൽ കുടുങ്ങി വയനാട്ടിലെ ചരക്കു ലോറികൾ. കോറി ഉൽപ്പന്നങ്ങളുമായി ചുരം കയറിയെത്തുന്ന കൂറ്റൻ ടിപ്പറുകളെയാണ് പരിശോധിച്ചത്. പരിശോധനയിൽ 17 വാഹനങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇവയിൽ നിന്നായി 7 ലക്ഷം രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത്. അമിതഭാരവുമായി സ്ഥിരം സർവീസ് നടത്തുന്ന ലോറികളെ കണ്ടെത്തി നടപടിയെടുക്കുന്നതിനാണ് ഓപ്പറേഷൻ ഓവർലോഡ് ആരംഭിച്ചത്. ജില്ലയിൽ സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി എന്നീ നഗരപ്രദേശങ്ങളിലാണ് പരിശോധന നടന്നത്. ചരക്കു സേവന നികുതി അടയ്ക്കാതിരിക്കുക, ജിയോളജി അനുമതി പത്രമില്ലാതെ കോറി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകൽ തുടങ്ങിയ നിയമലംഘനങ്ങളും ഇന്നലെ നടന്ന പരിശോധനയിൽ കണ്ടെത്തി. അതേസമയം പരിശോധന കർശനമായി തുടരുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസ്, ഇൻസ്പെക്ടർമാരായ AU ജയപ്രകാശ്, T മനോഹരൻ എന്നിവരായിരുന്നു പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കർണാടകയിലെ ചാംരാജ് നഗർ എന്നിവിടങ്ങളിൽ നിന്നാണ് വയനാട്ടിലേക്ക് പ്രധാനമായും കോറി ഉൽപ്പന്നങ്ങൾ എത്തുന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ടോറസ് ലോറികൾ അമിതഭാരം കയറ്റി ചുരം കയറിയെത്തുന്നത് നേരത്തെ തന്നെ പരാതിക്കിടയാക്കിയിരുന്നു. താമരശ്ശേരി ചുരത്തിൽ ചില നേരങ്ങളിൽ ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന്റെ പിന്നിൽ കോറി ഉൽപ്പന്നങ്ങൾ വഹിച്ചെത്തുന്ന കൂറ്റൻ ടോറസ് ലോറികളാണെന്നാണ് യാത്രക്കാരുടെ പരാതി. ചുരത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് ടിപ്പർ ലോറികളെ നിരോധിക്കണമെന്ന ആവശ്യവും നിലനിൽക്കുകയാണ്.